ഇന്ന് ചിങ്ങമാസം 4-ാം തീയതി രാവിലെ തന്നെ നല്ല മഴയാണല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. കാറായിട്ട് ഇത് ഇറങ്ങിയിട്ടൊന്ന് റോട്ടിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കുട്ടിയുടെ വിദ്യാരംഭം കുറിക്കുന്ന ദിവസമാണ്. നമ്മുടെ ആവണങ്കോട് അമ്പലത്തിൽ വെച്ചിട്ടാണ് ഇന്ന്. രാവിലെ 9 മണി തൊട്ടാണ് വിദ്യാരംഭ സമയം എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഞങ്ങളെല്ലാവരും രാവിലെ 9 മണിക്കാണ് അമ്പലത്തിലെത്തി. ഞങ്ങളവിടെ എത്തലും തൊട്ടടുത്ത് എയർപോർട്ടിൽ നിന്ന് ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് പോകണം ഒച്ച കേട്ടോ. അതിലേക്ക് വീതെ പോണ പോലെ ഭയങ്കര ഞങ്ങൾ അവിടെ അകത്ത് കയറി അമ്പലത്തിൽ എല്ലായിടത്തും തൊഴുതു, കൊച്ചിനെയൊക്കെ തൊഴിച്ചു, പറയൊക്കെ നിറച്ചു. പിന്നെ പുറത്ത് സൈഡിലാണ് ഭദ്രകാളിയും ശാസ്താവും ഇരിപ്പുണ്ട്. അവിടെയും കയറി തൊഴുത് തിരിച്ചു വന്നിട്ടാണ്. അപ്പോഴത്തേക്കും ഇവിടുത്തെ ഉച്ചപൂജ കഴിഞ്ഞിട്ടാണ് കേട്ടോ വിദ്യാരംഭത്തിന് ഇരുത്തുള്ളൂ. അപ്പോഴത്തേക്കും ഉച്ചപൂജയും കഴിഞ്ഞ് വിദ്യാരംഭത്തിന് ഇരുത്താനുള്ള ഒരുക്കങ്ങളായി. ഇന്നവിടെ വേറെ 3-4 കുട്ടികളും കൂടി വിദ്യാരംഭം കുറിക്കാൻ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ കന്നിമാസത്തിലെ വിജയദശമി നാൾ വരെ കാത്തിരിക്കണം വിദ്യാരംഭത്തിന്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാ ദിവസവും അവിടെ വിദ്യാരംഭം കുറിക്കലുണ്ട്. കഴിഞ്ഞ ആഴ്ച അവിടെ ഗണപതി ഹോമവും ആനയൂട്ടും ഉണ്ടായി. അപ്പോൾ ഒരുപാട് കുട്ടികൾ വിദ്യാരംഭം കുറിക്കലുണ്ടായി അവിടെ. അവിടുത്തെ പ്രധാന വഴിപാടാണ് കേട്ടോ നാവ്, മണി, നാരായം. ഇത് 3 കൂടി അവിടെ വാങ്ങാൻ കിട്ടും. അത് വാങ്ങി നടക്ക വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും കേൾവി ശക്തി കുറവുള്ളവർക്കും എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും വളരെ നല്ലതാണെന്നാണ് വിശ്വാസം. പിന്നെ നമുക്ക് ഈ അമ്പലത്തിൽ നിന്ന് തന്നെ സാരസ്വതി ഹൃദയ നെയ്യ് കിട്ടും. അത് 11 ദിവസം 21 ദിവസമൊക്കെ മത്സ്യമാംസാദികൾ കൂട്ടാതെ വ്രതശുദ്ധിയോടുകൂടി അത് സേവിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലതാണെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6500 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. പിന്നെ ശങ്കരാചാര്യ സ്വാമികൾ ഹരിശ്രീ കുറിച്ചതും ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണെന്നും പറയപ്പെടുന്നുണ്ട്. ഹരിശ്രീ ഗണപതയെ നമഃ ഇതായിട്ട് നോക്കി ഹരിശ്രീ ഗണപതി അത് ഈ അമ്മ അവരെ ഇരിപ്പിച്ചോളൂ കേട്ടോ.